ചിക്കനിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. അതല്ല കോഴിമുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ കുറച്ച് തൈരും വിനീഗറും കൂടി ചേർത്തിട്ട് വേണം മാരിനേഷൻ ചെയ്ത് വെക്കാൻ കേട്ടോ. 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇതുപോലെ ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു സൈഡായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അതല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില, സവോള, ചെറിയ ജീരകം ഒരു നുള്ളിട്ടിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ചാട്ട് മസാലയും ഗരം മസാല, ഒരല്പം മുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത്, ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. തീ ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റാണെന്ന് നോക്കുക. അതിപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊടിക്കുപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തൈരും വിനീഗറും നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്താലും മതി. എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ചിക്കന് കുറച്ച് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിൽ വരുന്ന ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് നന്നായിട്ട് മാച്ചായി പോകും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ. താങ്ക്